അജ്മൽ ഈ സൂചിപ്പിച്ചതുപോലെ വലിയ ദുരന്തത്തിന് തന്നെയാണ് നമ്മളിപ്പോൾ സാക്ഷിയായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 31 മരണം എന്ന് പറയുമ്പോഴും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. 50-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ തന്നെ നിരവധി പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏതൊക്കെ ആശുപത്രികളിലായാണ് ഇപ്പോൾ ഇവരെ ചികിത്സയിലേക്ക് മാറ്റിയിരിക്കുന്നത്? അധികൃതരൊക്കെ ആശുപത്രികളിൽ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ സമീപത്തെ ആശുപത്രികളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരെയും, അതായത് ഈ പറയുന്ന കരൂരിലെ മാത്രമല്ല സേലത്തെ അടക്കമുള്ള സമീപ പ്രദേശത്തെ ആശുപത്രികളിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാരെയും ഒക്കെ ഈ പറയുന്ന അപകടമുണ്ടായ സ്ഥലത്തേക്ക് എത്തിക്കാനും അവിടെ വെച്ച് തന്നെ അവർക്ക് അടിയന്തര ചികിത്സകൾ നൽകാനുമുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏകോപിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ലഭ്യമായ ആംബുലൻസുകളിലൊക്കെ ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം 30,000 പേർ സംഘടിച്ച ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അവിടെ എത്രമാത്രം ഈ യാത്രാ തടസ്സം ഉണ്ടാകുമെന്നറിയാം. ആ വിധത്തിലുള്ള യാത്രാ തടസ്സങ്ങൾ മറികടന്ന് വേണം ആശുപത്രികളിലേക്ക് ആംബുലൻസുകൾക്ക് എത്താനുള്ളത് എന്നുള്ളത് ഒരു വലിയ തടസ്സമായി തുടരുകയാണ്. ആ വിധത്തിൽ ഗതാഗത തടസ്സങ്ങളെയൊക്കെ മറികടന്ന് ആളുകൾ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയും വിദ്യാഭ്യാസ മന്ത്രിയും മുൻ മന്ത്രിയായിട്ടുള്ള സെന്തിൽ ബാലാജി അടക്കം ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ പൊതുജനങ്ങളോട് ഇവിടേക്ക് വരുന്ന മന്ത്രിമാരോടും ജനപ്രതിനിധികളോടും പോലീസ് മേധാവികളോടും അതുപോലെ തന്നെ സേനാ വിഭാഗങ്ങളോടുമൊക്കെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സഹകരിക്കണമെന്ന നിർദ്ദേശവും അഭ്യർത്ഥനയും കൂടി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിക്കുന്നു കൂടിയുണ്ട്. അജ്മൽ, അതുപോലെ തന്നെ ഇതിനു മുമ്പ് വിജയുടെ പൊതുസമ്മേളനങ്ങളും അതുപോലെ തന്നെ റാലികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ കരൂരിൽ എന്താണ് സംഭവിച്ചത്? കൃത്യമായൊരു ഏകീകരണം അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണോ? അമൃത, തമിഴ്നാട്ടിൽ നമുക്കറിയാം സ്വാഭാവികമായും ഇപ്പോൾ വിജയുടെ എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു ചലച്ചിത്ര താരത്തിൻ്റെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിന് അതൊരു വൈകാരികമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. അവർ സ്വാഭാവികമായും 10,000-കണക്കിന് മനുഷ്യർ അവിടേക്ക് ഒഴുകിയെത്തുക, പരിപാടി വിചാരിച്ചതിനേക്കാൾ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുക, ജനസാന്നിധ്യം കൊണ്ടൊക്കെ സ്വാഭാവികമായൊരു കാഴ്ചയാണ്. പക്ഷേ ഇന്ന് സംഭവിച്ചതെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസവും വിജയ് ഇതിനു മുമ്പും TVKയുടെ പരിപാടികളും സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ഇതിനു മുമ്പ് അദ്ദേഹം പലയിടങ്ങളിലും പരിപാടികൾ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് ഇദ്ദേഹത്തിനെ കാത്തി 30,000 മനുഷ്യർ 6 മണിക്കൂർ വരെ കാത്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 6 മണിക്കൂർ ഒരു മനുഷ്യനെ കാത്ത് 30,000 മനുഷ്യർ, ജനസഹസ്രം മുഴുവൻ കാത്തിരിക്കുക, അവിടേക്ക് അവർ പ്രതീക്ഷിച്ച മനുഷ്യൻ കടന്നു വരിക. ആ സമയത്ത് അവരുടെ ആ വികാര സ്വാഭാവികമായും അതിരുവിടുകയും അവർ സ്വാഭാവികമായും മുന്നിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ശ്രമിക്കുകയും ചെയ്യുന്ന ആ ശ്രമത്തിനിടയിലാണ് ഈ പറയുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ ആ തിക്കിനും തിരക്കിനും ഇടയിൽ പെടുകയും മരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രചാരണം തുടങ്ങുന്നതിന് മുമ്പേ, നിങ്ങൾ ഈ വിധത്തിൽ കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഗർഭിണികളും ഒക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുകയും നിങ്ങൾ ഓൺലൈനായി ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചാൽ മതി. പക്ഷേ ആ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ മറികടക്കുന്ന വിധത്തിൽ ആണിപ്പോൾ യഥാർത്ഥത്തിൽ അപകടത്തിലേക്ക് നയിച്ച ഒരു കാരണമെന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം തമിഴ്നാട്ടിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി വിജയുടെ ഈ സംസ്ഥാന വ്യാപകമായ പ്രചാരണ പരിപാടി ആരംഭിച്ചത് മുതൽ സംസ്ഥാന സർക്കാർ ചില നിയന്ത്രണങ്ങളൊക്കെ ഈ കാര്യത്തിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ അതിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് വിജയ് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് തമിഴ്നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ, ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഈ വൈദ്യുതിക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുമോ അല്ലെങ്കിൽ നിങ്ങൾ വാഹന ഗതാഗതത്തിൽ തടസ്സം ഏർപ്പെടുത്തുമോ, ആ വിധത്തിലൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് മേൽ ഇദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രസംഗവും ആ ഒരു ചോദ്യങ്ങളും ഒക്കെ ഒരു പക്ഷേ അവിടെ ഒരുക്കിയ സൗകര്യങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും മേൽ അല്പം അയവ് വരാൻ കാരണമായേക്കാം എന്നുകൂടി ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ആ വിധത്തിൽ കാത്തിരുന്ന ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന വിജയെ സ്വീകരിക്കാനായിട്ട് അവർ മുന്നിലേക്ക് വരുന്നു. അവിടെ ഒരു വലിയ മാനസിക ദുരന്തം തന്നെയായി മാറുന്നു. നിലവിൽ 30-ലധികം മനുഷ്യർ മരിച്ചു എന്ന് പറയുന്നു. അതിൽ 30-ലധികം പേർ മരിച്ചതിൽ 9 കുട്ടികളും 16 സ്ത്രീകളുമൊക്കെ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ വരുന്ന കണക്കുകൾ. അമൃത.